അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ കണ്ടെത്താൻ തീവ്ര ശ്രമം നടക്കുകയാണ്. ആന വനത്തിനുള്ളിലേക്ക് കടന്നതാണ് ദൌത്യത്തിന് ഇപ്പോൾ തടസ്സമായിട്ടുള്ളത്. ആനയെ കണ്ടെത്താൻ 2 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, ഇന്നത്തേത് നമ്മൾ ആനയെ സൈറ്റ് ചെയ്തു. ആനയെ ഒന്ന് ഓടിച്ചൊന്ന് കയറ്റി ഒരു കംഫർട്ടബിൾ സ്ഥലം നോക്കി ഡാർട്ട് ചെയ്യാനായിരുന്നു ഉദ്ദേശം. പക്ഷെ അപ്പോഴത്തേക്ക് ആന മുകളിലേക്ക് റിസർവിലേക്ക് പോയിരിക്കുകയാണ്, കാട്ടിൽ കയറിപ്പോയി. ഇപ്പൊ സൈറ്റിംഗ് നമ്മുടെ മിസ്സായി. വാച്ചസിനെ നോക്കുന്നുണ്ട്. അത് കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് താഴെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരുടെ പ്രസൻസ് കണ്ടപ്പോൾ മേളിൽ കയറി പോയതാ. അല്ല, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വീണ്ടും അപ്പോഴത്തേക്ക് ആന ചിലപ്പോൾ തിരിച്ച് ഇറങ്ങി പുഴയുടെ സൈഡിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കണക്ക് കൂട്ടുന്നു. പിന്നെ ഇനി ഒരു 4 മണി വരെ കാണുള്ളൂ. കാരണം പിന്നെ ലൈറ്റിംഗിന്റെ ഒക്കെ ഒരു ഇഷ്യൂ ഉള്ള കാരണം നമ്മൾ വൈകുന്നേരത്തിലേക്ക് പോകത്തില്ല. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്, അപ്പോൾ ഡാർട്ടിങ് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ നല്ല സ്ഥലമായിരുന്നു ഈ റബ്ബറിന്റെ ഇടയിൽ, പക്ഷെ അപ്പോഴത്തേക്ക് ആന പെട്ടെന്ന് ഓടിപ്പോയി. ഇല്ലില്ല, വയലന്റ് ഒന്നുമല്ല. ഇപ്പൊ അത് കയറിപ്പോയത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇപ്പൊ സൈറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനെ നമ്മൾ മറ്റേ 12 ബോർ പമ്പ് ആക്ഷൻ ഗണ്ണിന്റെ ഫയറിംഗ് ആണ് നിങ്ങൾ കേട്ടത്, അല്ലാതെ ഷൂട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, DFO പറഞ്ഞതനുസരിച്ച് 4 മണിക്ക് മുമ്പ് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ മയക്കുവെടി വയ്ക്കുമെന്നാണല്ലോ. തീർച്ചയായും മഞ്ജുഷ, വളരെ കൃത്യമാണ് DFOയുടെ വാക്കുകൾ. ഇന്ന് 4 മണി വരെ മാത്രമേ ദൌത്യം ഉണ്ടാവുകയുള്ളൂ. ആനയെ അതിനു മുൻപ് കണ്ടെത്തിയാൽ മാത്രമേ മയക്കുവെടി വെച്ച് ചികിത്സ നൽകാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ ദൌത്യം നാളേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്ന് രാവിലെ തന്നെ ചാലക്കുടി പുഴയുടെ തീരത്തുള്ള തുരുത്തിൽ വെച്ച് ആനയെ കണ്ടിരുന്നു. തുടർന്ന് ആനയെ റബ്ബർ പ്ലാന്റേഷന്റെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് ആനയെ കൊണ്ടുവന്ന് ഇവിടുന്ന് മയക്കുവെടി വെക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷേ ആന ഇവിടെയും കടന്ന് ഉൾക്കാട്ടിലേക്ക് കയറിപ്പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ആന ആ ഫോറസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള കാഴ്ചയിൽ നിന്ന് പോവുകയും ഉൾക്കാട്ടിലേക്ക് മറിയുകയും ചെയ്തു. ഇപ്പോൾ ആനയെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൌത്യം താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി ഉച്ചഭക്ഷണത്തിന് ശേഷം ആനയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ തുടരുമെന്നാണ് DFO അറിയിച്ചിരിക്കുന്നത്. ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് ചികിത്സ നൽകുക എന്ന ദൌത്യവുമായി അല്ലെങ്കിൽ നാളെ മുന്നോട്ട് പോകുമെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, അനുമോദ.